മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 27/9/2008 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം. പൂരം 4-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. 2-ൽ കേതു, 3-ൽ ചന്ദ്രൻ ശനി, 4-ൽ സൂര്യൻ ബുധൻ, 5-ൽ ശുക്രൻ കുജൻ, 6 ശൂന്യം, 7-ൽ വ്യാഴം, 8-ൽ രാഹു, 9, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. 2008 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാൽ 4-ൽ ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു. ഭദ്രായോഗം വളരെ വളരെ ഔസ്പീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മികച്ച അനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു യോഗം തന്നെയാണ്. കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഭദ്രായോഗം കൊടുത്ത് ബുധൻ അവിടെ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളത്, ലഗ്നത്തിൽ ബുധൻ്റെ തന്നെ മറുക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിൽ ഗുളികൻ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അതിനെ വ്യാഴം വീക്ഷിക്കുന്നത് കൊണ്ട് വലിയ നെഗറ്റീവ്സ് പ്രസ്തുത ഗുളികനെ കൊണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് ലഗ്നത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുവഴി ഒരു സുരക്ഷ ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും. പ്രസ്തുത ആധിപത്യം വഹിക്കുന്ന ബുധൻ, ലഗ്നത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധനാണ് വർഗോത്തമം ചെയ്ത്, അപ്പോൾ ഗുളികൻ നിൽക്കുന്നതിൻ്റെ നെഗറ്റീവിനെ ഒഴിവാക്കാൻ ഈ വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ബുധനെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. കുറയുന്ന പവറിനെ കൂട്ടാൻ പറ്റും. അത് ഭദ്രായോഗം കൊടുത്ത് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് എല്ലാം ഭദ്രം. ഒരുവിധം കാര്യങ്ങൾ, ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ തന്നെയും വലിയ രീതിയിൽ അത് തടിയിൽ തട്ടാതെ പിടിച്ചു നിന്ന് പോകാനുള്ള സ്വയമാർജിതമായിട്ടുള്ള ശേഷി, അവസ്ഥ ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അതേ വ്യക്തിക്ക് തന്നെയാണ് ലഗ്നാൽ 7-ൽ ഹംസയോഗം കൊടുത്ത് വ്യാഴവും നിൽക്കുന്നു. ലക്ഷം ദോഷോ ഗുരുഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കൃത്യമായിട്ട് വലിയ ദോഷങ്ങളുള്ള ഒരു ഗ്രഹനിലയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ വ്യാഴം നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ പ്രതിസന്ധിയിൽപ്പെട്ടാലും ഓവർകം ചെയ്ത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ആ ഗ്രഹനിലയിലൂടെ ആ വ്യക്തിക്ക് ലഭിച്ച് കാണാറുമുണ്ട്. പക്ഷേ അത് നിൽക്കേണ്ടുന്ന രീതിയിൽ നിൽക്കണം. ഇപ്പോൾ രാഹുവിനോടൊത്ത് നിൽക്കുകയും, ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും രാഹുവിനോടൊത്ത് നിൽക്കുകയും ഗുളികനോടൊത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യാഴം ഹംസയോഗം കൊടുത്ത് നിന്നു എങ്കിൽ അത് വലിയ ഗുണമൊന്നും ചെയ്തോണമെന്നില്ല. പക്ഷേ ദൃഷ്ടിയിൽ മാത്രമായിട്ട് മോശം ദൃഷ്ടികൾ ഒതുങ്ങുകയും വ്യാഴം ശക്തനായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പവർഫുള്ളായിട്ട് തന്നെ ഫലിച്ച് പ്രായോഗികതയിൽ വന്ന് കാണാറുമുണ്ട്. ഇദ്ദേഹം ബുധ ലഗ്നം ആയതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മാവകാശം തന്നെയാണ്. അറിവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുക, അറിവ് കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ബുധൻ അവിടെ നിന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ അറിവ് നേടുക എന്നതൊരു ബർത്ത് റൈറ്റായിട്ട് വരികയും അതിനു വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ആ അറിവ് കൊണ്ട് തന്നെ ഉപജീവനം നടത്തേണ്ടുന്ന സാഹചര്യങ്ങൾ അനുകൂലമായി വരികയും ചെയ്യും. മാത്രവുമല്ല, ലഗ്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ വ്യാഴം ഹംസയോഗം കൊടുത്ത് 7-ൽ നിൽക്കുന്നത്. വളരെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണത്. 10-ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഹംസയോഗം കൊടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒരു കാലത്തും ഉണ്ടാവില്ല. മോശം അപഹാരങ്ങൾ, അതല്ല എങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വ്യാഴമായതുകൊണ്ടും ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ടും ഒരുവിധം കാര്യങ്ങളങ്ങ് അനുകൂലമായി തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അങ്ങ് ഓടിപ്പോവും. അതുപോലെ തന്നെയാണ് ഈ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി 10-ാം ഭാവാധിപനിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ മാറ്റ ജോലികൾ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. രാഹുവിൻ്റെ ഒരു സ്വഭാവം കൂടിയാണത്. ഒരു സ്ഥലത്ത് വളരെ ഗംഭീരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അവിടെ നിന്ന് മാറി അടുത്ത ഒരിടത്തേക്ക് മാറ്റം കിട്ടുന്ന അവസ്ഥ, അതാണ് മാറ്റ ജോലികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ വ്യാഴം ഹംസയോഗം കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെയും പഴയതിനേക്കാൾ നല്ലതായിട്ടുള്ള, പഴയതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള, പഴയതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ജോലിക്ക് തന്നെയുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. മാത്രവുമല്ല, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന ശനി, അതല്ല എങ്കിൽ രാഹു, കേതു, ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ ചന്ദ്രനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല അത്.
അവരൊറ്റ കാരണം കൊണ്ട് തന്നെ ടെൻഷൻ ധാരാളമായിട്ട് അനുഭവിച്ചു കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് ശനിയോടൊത്താണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വരിക വഴി അതിനെക്കൊണ്ടുള്ള ഒരുവിധ അപകടങ്ങളെയും ഒഴിവാക്കാൻ പ്രസ്തുത വ്യാഴത്തെ കൊണ്ട് സാധിക്കും. ചന്ദ്രൻ വ്യാഴം ഒരു ഗ്രഹനിലയിലെ തന്നെ ഏറ്റവും മികച്ച കോമ്പിനേഷനാണ്. അപ്പോൾ പ്രസ്തുത വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൊടുക്കുകയും ചെയ്തു. മനസ്സിൻ്റെ കാരക ഗ്രഹമായിട്ടുള്ള ചന്ദ്രനിലേക്കും ആ ദൃഷ്ടി 9ാമത്തെ ദൃഷ്ടി വന്നു. അപ്പോൾ ചെറിയ ഓവർ തിങ്കിങ്, ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇത്തരം ആളുകൾക്ക് ചന്ദ്രൻ ശനി കോമ്പിനേഷൻ വഴി ഉണ്ടാകാറുണ്ട്. അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുമുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ഓവർ തിങ്കിങ് നടത്തുക, നെഗറ്റീവ് തിങ്കിങ് നടത്തുക, അതുപോലെ ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തിക്കുക പോലെയുള്ള കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങളിൽ പോലും ഒരു വിശ്വാസക്കുറവ് ഫീൽ ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം ധാരാളമായിട്ട് ചന്ദ്രൻ ശനി, ചന്ദ്രൻ രാഹു കേതു, അതല്ല എങ്കിൽ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ വരുത്താറുണ്ട്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ശനിയോടൊത്ത് നിന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ആ നെഗറ്റീവിനെ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാൽ 5-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനോടൊത്ത് കുജനുണ്ട്, വർഗോത്തമം ചെയ്ത കുജനാണ്. അപ്പോൾ പഠന സംബന്ധമായിട്ടായാലും അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലായാൽ തന്നെയും ഈ പ്രണയം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഘട്ടങ്ങളുണ്ടായാൽ അതിൽ അതീവ ശ്രദ്ധ വച്ച് പുലർത്തുക. വരുന്നയാൾ കൃത്യമാണ്, അതല്ല എങ്കിൽ ചേർന്ന് പോകുന്നതാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ കൃത്യമായിട്ട് ഇത്തരക്കാർ പൊതുവേ ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടുന്ന സമയത്ത് അബദ്ധമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടിയുണ്ട്, ഒരു സംരക്ഷണം അവിടെ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും നമ്മളാലാകുന്ന ഒരു മുൻകരുതലെടുത്ത് പോയി കഴിഞ്ഞാൽ അത്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ്സിൽ നിന്ന് നമുക്ക് സേഫായ ഡിസ്റ്റൻസ്, അകലം പാലിച്ച് നിൽക്കാം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട്, നേരത്തെ പറഞ്ഞു ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി വരുന്നുണ്ട്. ലഗ്നാൽ 11ലേക്ക് വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി ലാഭസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രനിലേക്ക് 9ലേക്ക് വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത് മൂന്നും ഏറ്റവും നല്ലത് തന്നെയാണ്. അതിലുള്ള ഒരു ചെറിയ നെഗറ്റീവ് മാത്രമാണ് രാഹുവിൻ്റെ ദൃഷ്ടി പ്രസ്തുത വ്യാഴത്തിലേക്ക് വരുന്നത്. അത് 10ാം ഭാവാധിപത്യം വഹിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞു ജോലി സംബന്ധമായിട്ട് മാറ്റ ജോലികളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. അത് മാറ്റമുണ്ടായാൽ തന്നെയും അത് ഗംഭീരമായിട്ട് തന്നെ പിന്നീട് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. പ്രായോഗികമായി തന്നെ അത് മാറിക്കോളും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അറിവ് നേടാനുള്ള ത്വരയെ വേണം ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. ധാരാളം അറിവുകൾ നേടുകയും അറിവ് ഉപജീവനമാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ആളുകളുടെയൊക്കെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം, അറിവിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകനായിട്ടുള്ള ബുധൻ ഏറ്റവും നല്ല മികച്ച രീതിയിൽ നിൽക്കുന്ന, ഇതിന് സമാനമായി തന്നെ നിൽക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കന്നിയിലെ ബുധൻ തന്നെ ഏറ്റവും നല്ലതാണ്. അത് വർഗോത്തമം ചെയ്തു നിൽക്കുന്നതും അതിലേറെ നല്ലതാണ്. അതിലുള്ള ഏക ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഗുളികൻ ലഗ്നത്തിൽ ബുധൻ്റെ തന്നെ ക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിൽ നിൽക്കുന്നു എന്നതാണ്. പ്രസ്തുത ഗുളികനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിലായിരുന്നു ജനനം. 2013 വരെ ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2019 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, ഇപ്പോഴത്തെ നടപ്പ് ദശയും ചന്ദ്രൻ തന്നെയാണ്. അതിനുശേഷം കുജൻ 2036 വരെ, അതിനുശേഷം രാഹു 2054 വരെ, അതിനുശേഷം ഗുരു 2070 വരെ, ശേഷം ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ കേതുവാണ്. 11/6/2026 തൊട്ട് 10/1/2027 വരെയുള്ള സമയമെന്ന് പറയുന്നത് ചന്ദ്രനിൽ കേതു. പൊതുവേ ചന്ദ്രൻ ശനിയോടൊത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ്. പഠിക്കുന്ന സമയമായതുകൊണ്ടുമൊക്കെ തന്നെ കേതു പൊതുവേ ഏതൊരാളും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ടൈം തന്നെയാണ്. എന്ന് വെച്ചാൽ എടുത്ത് ചാട്ടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ വരുന്നില്ല എന്ന് പറയുക. എന്തെങ്കിലും മടി സംബന്ധമായിട്ടുള്ള അസ്കിതകൾ തോന്നുന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടെ ഇൻറ്റൻഷണലി, എന്ന് വെച്ചാൽ മനഃപൂർവ്വമായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ചിന്ത കൂടെ അതിനോടൊത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെ ഈ ഒരു പ്രായത്തിലുള്ള ഒരാൾക്ക് മാറ്റിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അതിന് സപ്പോർട്ട് വേണ്ടുന്ന ലഗ്നാധിപൻ, സപ്പോർട്ട് വേണ്ടുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി എല്ലാം തന്നെ ആ വ്യക്തിക്കുള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അതേപോലെ ഇവിടെ നോക്കിയാൽ ഒരു കാര്യം കൂടെ കാണാം. രാഹു കേതുക്കൾക്കുള്ളിലായിട്ടാണ് പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. ഗുളികൻ മാത്രമാണ് പുറത്തുള്ളത്. പക്ഷേ ഇങ്ങനെ നിന്നാൽ തന്നെ വളരെ ടഫായിട്ടുള്ള സാഹചര്യങ്ങളിൽ തൊട്ട് മുൻപ് ചെയ്തിരുന്ന വീഡിയോയിൽ പ്യൂർലി കാളസർപ്പയോഗമുള്ള
ഒരു ജാതകമായിരുന്നു, വളരെ ടഫായിട്ടുള്ളൊരു ജാതകമായിരുന്നു. പക്ഷേ ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് കൊണ്ടും ലഗ്നാധിപന് പവർ ഉള്ളത് കൊണ്ടും ഒരുവിധം പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് പോകാൻ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ചന്ദ്രനിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, അതും അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ട് അറിവ് നേടി തന്നെ പോയി കഴിഞ്ഞാൽ ധാരാളം നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഇത് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.